Welcome back, my dear students, on a new lecture on basic topology. So, previous lecture, നമ്മൾ ഒരു സെറ്റിൽ നിന്ന് given a set capital S, we can construct a base B, and using that we can construct a topology tau. And this set is called a subbase is if this class of or this base consists of intersection of members of S. Okay, that's the concept. അങ്ങനെയാണ് നമ്മൾ ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സെറ്റിൽ നിന്നും ഒരു ടോപ്പോളജി ജനറേറ്റ് ചെയ്യപ്പെടും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് ദ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ എ സെറ്റ് ടു ബി subbase. Okay, and using these two facts we can quote the following theorem. നമ്മൾ ഒരു സെറ്റിൽ നിന്ന് ഒരു ആർബിട്രറി ടോപ്പോളജി ജനറേറ്റ് ചെയ്യപ്പെടാൻ പറ്റും എന്ന ഫാക്റ്റ് വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ്, ആൻഡ് ഇറ്റ്സ് എ പ്രോസസ്. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു സെറ്റ് എടുക്കുക, ആ സെറ്റിൻ്റെ അകത്തെ ആർബിട്രറി എലമെൻസിൻ്റെ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻസിൻ്റെ ഇൻ്റർസെക്ഷൻ ഒരു പുതിയ സെറ്റ് ആക്കുക, ആൻഡ് ദാറ്റ് സെറ്റ് ഓൾവേസ് ഫോംസ് എ basis for some topology. That's the idea. Okay, അപ്പോൾ ഈ ഐഡിയയിൽ നിന്ന് we can quote the following theorem which establishes that for any given set S we can always generate a topology tau from that set. So the theorem is, given any family S of subsets of X, there's a unique topology tau on X having S as a subbase. Further, every member of tau can be expressed as a union of sets, each of which can be expressed as the intersection of finitely many members of S. നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത റിസൾട്ടുകളെ തന്നെ കളക്റ്റീവ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ തിയറം. ഇവിടെ പറയുന്നത് ഗിവൺ എനി ഫാമിലി, അതായത് നമ്മൾ എക്സിൻ്റെ ഏതൊരു ഫാമിലി ഓഫ് സബ്സെറ്റ്സ് എടുത്താലും ആ സബ്സെറ്റിൽ നിന്ന് വി ക്യാൻ ഓൾവേസ് കൺസ്ട്രക്ട് എ യുണീക്ക് ടോപ്പോളജി ടോ ഓൺ എക്സ്. അപ്പോൾ ഏതൊരു ഫാമിലി തന്നാലും ആ ഫാമിലിയിൽ നിന്ന് നമുക്കൊരു ടോ എന്ന് പറയുന്ന ടോപ്പോളജി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും യൂസിങ് ദിസ് പ്രോസസ്, ആൻഡ് ദിസ് പ്രോസസ് മേക്സ് എസ് ആസ് എ സബ് ബേസ്. സോ വിച്ച് മീൻസ് ദാറ്റ് ഗിവൺ എനി ഫാമിലി ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ദർ എക്സിസ്റ്റ് എ യുണീക്ക് ടോപ്പോളജി വിത്ത് എസ് ആസ് എ സബ് ബേസ്. അതിൻ്റെ പ്രോസസ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് every member of tau can be expressed as a union of sets, each of which can be expressed as the intersection of finitely many members of S. ഇനി ഞാൻ പ്രോസസ്സ് പറഞ്ഞു, ഇനിയും ടോയ്ക്കകത്തെ ഏതൊരു മെമ്പർ എടുത്താലും ആ മെമ്പർ ഷുഡ് ബി എ യൂണിയൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദിസ് ബി. ബിക്കകത്തെ മെമ്പേഴ്സിന്റെ യൂണിയൻ ആയിരിക്കും ടോയ്ക്കകത്തെ ഓരോ മെമ്പറും. ഇനി ബിക്കകത്തെ ഓരോ മെമ്പറിന്റെ പ്രത്യേകത എന്താണ്? എസ് സബ് ബേസ് ആയതുകൊണ്ട് ബിക്കകത്തെ എല്ലാ മെമ്പേഴ്സും എസിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ആയിരിക്കും. സോ ടോയ്ക്കകത്തെ ഓരോ മെമ്പറും ബിക്കകത്തെ മെമ്പേഴ്സിൻ്റെ യൂണിയൻ ആയിരിക്കും, ആൻഡ് ബിക്കകത്തെ ഈച്ച് മെമ്പർ ഷുഡ് ബി ദ ഇൻ്റർസെക്ഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് എസ്. സോ എവറി മെമ്പർ ഓഫ് ടോ ഈസ് ദ യൂണിയൻ ഓഫ് ദോസ് സെറ്റ്സ് വിച്ച് ആർ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എസ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറാണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് ഇതിൻ്റെ ഐഡിയ. സോ നമ്മൾ അതിനെ ഫോർമലി സ്റ്റേറ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. സോ ദീസ് ആർ ദ ടു തിങ്സ് വിച്ച് വി നീഡ് ടു എസ്റ്റാബ്ലിഷ്. ഓക്കെ, ഈ പ്രോസസ്സാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ദ പ്രൂഫ് ഈസ് ക്വൈറ്റ് സിമ്പിൾ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പ്രൂഫ് ആയതുകൊണ്ട് തന്നെ പ്രൂഫ്, ദ ഫസ്റ്റ് പാർട്ട് ഈസ് ഫോർ എനി ഗിവൺ എസ് there exists a unique topology tau on X having S as a subbase. നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ തിയറം 3.9 നിന്ന് യൂസിങ് തിയറം 3.9 we have established that for any given set, ഏതൊരു എക്സിൻ്റെ ഏതൊരു ക്ലാസ് ഓഫ് സബ്സെറ്റ് എടുത്താലും we can always construct a unique topology tau on X എന്ന് ഓൾറെഡി construct ചെയ്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ യൂസിങ് 3.9 we can say that there exists a unique topology with
S as a subbase. So ഇത് ചോദിക്കുകയാണെങ്കിൽ, so if there's they are asking that prove that there exists every family of such generalized set topology എന്ന് പറയുകയാണെങ്കിൽ, you have to prove the previous theorem. That theorem establishes that there exists a unique topology with S as a subbase. Now ഫസ്റ്റ് പാർട്ട് ഈസ് ഡൺ. കാരണം അതാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. തിയറം 3.9 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അതാണ്. Now the second part is every member of tau can be expressed as the union of members of each of which can be expressed as the intersection of finally. അതാണ് നമുക്ക് പറയേണ്ടത്. Already I have explained that construct B which consists of sets which are intersection of finitely many members of S. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ബേസ് ഡിഫൈൻ ചെയ്യുന്നത്. എസിന്റെ അകത്തെ മെമ്പേഴ്സിന്റെ ഫൈനലി മെനി മെമ്പേഴ്സിന്റെ ഇന്റർസെക്ഷൻ എടുക്കുക, അങ്ങനെ കളക്ട് ചെയ്യുന്ന സെറ്റുകളാണ് ബിക്കകത്തെ മെമ്പേഴ്സ്. Now let script U be the collection of all sets which can be expressed as the union of members of B. ഓക്കെ, സോ യു എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സെറ്റ്സ് ആണ്. അത് ബിക്കകത്തെ മെമ്പേഴ്സിന്റെ യൂണിയൻ ആണ്. ആൻഡ് ബി ഈസ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ. കാരണം ബിക്കകത്തെ മെമ്പേഴ്സിന് എസിന്റെ മെമ്പേഴ്സിന്റെ ഇന്റർസെക്ഷനിൽ നിന്ന് കിട്ടുന്നതാണ്. സോ യൂസിങ് corollary 3.7 we can say that U is a unique topology with B as a base. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഒരു സെറ്റ് ബേസ് ആകണമെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആയിരിക്കണം ആൻഡ് ഇറ്റ് ഷുഡ് ജനറേറ്റ് എ ടോപ്പോളജി യു. ഇവിടെ നമ്മൾ ബിക്കകത്തെ മെമ്പേഴ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന എലമെന്റ്സ് ആണ് യുവിൻ്റെ അകത്ത് മെമ്പേഴ്സ് ആക്കി എടുത്തത്. ഓക്കെ, നൗ അവർ അസംഷൻ ഈസ് ദാറ്റ് every member of tau can be expressed as the union of members of S. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് യുവിൻ്റെ അകത്തെ എല്ലാ മെമ്പേഴ്സിനെയും ബിക്കകത്തെ മെമ്പേഴ്സിന്റെ യൂണിയൻ ആയിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, നൗ the thing is which means that B is a base. ഇനി ബിക്കകത്തെ മെമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? B consists of those sets which are actually intersection of finitely many members of S. അപ്പോൾ യുവിൻ്റെ അകത്ത് if I take an A belongs to U, A is actually the union I belongs to I, Bi, where each Bi belongs to B. ഓക്കെ, നൗ ബിയുടെ പ്രത്യേകത എന്താണ്? ബി ഐസിന്റെ പ്രത്യേകത എന്താണ്? ബി ഐസ് ആർ ഇന്റർസെക്ഷൻ J is equal to 1 to n SIs where SI belongs to S. അതായത് ഈ ബി ഐസ് എന്ന് പറയുന്നത് എസിന്റെ അകത്തെ മെമ്പേഴ്സിന്റെ ഇന്റർസെക്ഷൻ ആണ്. അങ്ങനെ എസിന്റെ അകത്തെ മെമ്പേഴ്സിന്റെ ഇന്റർസെക്ഷനുകളുടെ യൂണിയൻ ആണ് എക്കകത്തെ യുവിന്റെ അകത്തെ ഓരോ മെമ്പേഴ്സ്. അതാണ് പറയുന്നത്. ഇനി അങ്ങനെ കൺസിസ്റ്റ് ചെയ്യുന്ന സെറ്റാണ്, അങ്ങനെ കൺസിസ്റ്റ് ചെയ്യുന്ന ടോപ്പോളജിയാണ് യു എന്ന് പറയുന്നത്. ഓക്കെ, സോ യുവിൻ്റെ അകത്തെ ഓരോ മെമ്പറും ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ യൂണിയൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ബി വെയർ ഈച്ച് ബി കൺസിസ്റ്റ് ഓഫ് those sets which are intersection of finitely many members of S. That's the idea. Okay, since U is a unique topology with beta B as base, നമുക്ക് വേണ്ടതും ഇങ്ങനത്തെ ഒരു ടോപ്പോളജിയാണ്. നമുക്ക് വേണ്ടത് those sets which can be expressed as the union of members of B where B consists of those sets which are intersection of finitely many members of S. So we can clearly say that the U is our topology. Okay, since this B generates a unique topology, this tau is unique, which we have already
established. And the second thing is യുവും ടോവും സെയിം ആയതുകൊണ്ട് യുവിൻ്റെ അകത്തെ മെമ്പേഴ്സിനെ അല്ല ബിക്കകത്തെ മെമ്പേഴ്സിന്റെ യൂണിയനായിട്ട് എഴുതാൻ സാധിക്കും. ബിക്കകത്തെ മെമ്പേഴ്സ് അല്ല എസിന്റെ അകത്തെ മെമ്പേഴ്സിന്റെ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആണ്. സോ ടോയ്ക്കകത്തെ മെമ്പേഴ്സിനെ അല്ല വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ യൂണിയൻ ഓഫ് സെറ്റ്സ്, വിച്ച് മീൻസ് യൂണിയൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ബി where each member can be expressed as the intersection of finitely many members of S. അങ്ങനെയുള്ള ഒരു ടോപ്പോളജി ആണെന്നാണ് പറഞ്ഞത്. So we have established. Okay. So these are the two things. അപ്പോൾ ഇവിടുത്തെ എസ് സബ് ബേസ് ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് യൂസിങ് പ്രീവിയസ് തിയറം, ആൻഡ് ആ ടോപ്പോളജിക്കകത്തെ എല്ലാ മെമ്പേഴ്സും യൂണിയൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് ഫൈനലി മെനി ഇന്റർസെക്ഷൻ ഓഫ് എസ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബി എന്ന് പറഞ്ഞൊരു പുതിയ സെറ്റ് കൺസ്ട്രക്ട് ചെയ്തു, വിച്ച് കൺസിസ്റ്റ് ഓഫ് ദോസ് സെറ്റ്സ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ഫൈനലി മെനി മെമ്പേഴ്സ് ഓഫ് എസ്. ദെൻ ബി ഈസ് എ ബേസ് യൂസിങ് corollary 3.7, and U generates B generates a topology U, and U consists of those sets which can be expressed as the union of members of B. B എന്താണെന്നൂടെ ആലോചിക്കുക. Okay, so which means that the required topology, നമ്മൾക്ക് വേണ്ട ടോപ്പോളജി ടോ ആയിരുന്നു, which has all these properties. Okay, so ബി അതിന്റെ ബേസ് ആണ് യു എന്ന് പറഞ്ഞ ടോപ്പോളജിയുടെ. സോ വിച്ച് മീൻസ് ദാറ്റ് ബി ഷുഡ് ബി ദ ബേസ് ഓഫ് അവർ ടോപ്പോളജി ടോ ആസ് വെൽ. സോ ഒരു ബേസ് ഒരു യുണീക് ടോപ്പോളജി ജനറേറ്റ് ചെയ്യുന്നു. സോ യു ഷുഡ് ബി ഈക്വൽ ടു ടോ. സോ യുവിൻ്റെ അകത്തെ എല്ലാ മെമ്പേഴ്സും ടോയ്ക്കകത്തെ മെമ്പേഴ്സ് ആണ്. യുവിൻ്റെ അകത്തെ മെമ്പേഴ്സിന്റെ പ്രത്യേകത തന്നെയാണ് ടോയ്ക്കകത്തെ മെമ്പേഴ്സിന്റെ പ്രത്യേകത. സോ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജിക്ക് the required condition holds. That's the idea. So നമ്മൾ previous theorത്തിൽ നിന്ന് we have understood that any given family can generate a topology tau. Okay, ഏതൊരു ഫാമിലി ഓഫ് സെറ്റ് തന്നാലും which generates some topology tau, or there exists a topology with S as a subbase for any subfamily. Okay, now അപ്പോൾ ഏതൊരു ഫാമിലിയിൽ നിന്നും ഇങ്ങനെ ടോപ്പോളജി ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ വിച്ച് ഗീവ്സ് ആൻ ഐഡിയ അബൌട്ട് ജനറേറ്റിംഗ് ന്യൂ ടോപ്പോളജീസ് ഫ്രം ആർബിട്രറി സെറ്റ്. അപ്പോൾ നമുക്ക് ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെറ്റിൽ നിന്ന് വി ക്യാൻ കൺസ്ട്രക്ട് ന്യൂ ആൻഡ് ന്യൂ ടോപ്പോളജീസ് ഫ്രം ദിസ്. പുതിയ പുതിയ ടോപ്പോളജീസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്ക് തന്നു. ഓക്കെ, സോ ഞാൻ ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതിന് മുമ്പ് ലെറ്റ്സ് ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ തിങ് ബൈ ഗിവിംഗ് യു സം എക്സാമ്പിൾ. Example, let our set is equal to ABC. Okay, so S is equal to, let's say, AB and BC. ഇതാണ് എൻ്റെ സെറ്റ്. ഇതൊരു എക്സിൻ്റെ സബ്സെറ്റുകളുടെ കളക്ഷനാണ്. ഓക്കെ, നൗ ഇതിൽ നിന്ന് എങ്ങനെ ഒരു ടോപ്പോളജി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും? I have already told you the theory. Now the construction is quite simple. നമ്മൾ ആദ്യം ചെയ്യുന്നത് we construct a family B which is actually the intersection of members of this family. Okay, first ഇതിൻ്റെ അകത്തെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ, സോ ഇതിൻ്റെ അകത്തെ എലമെന്റ്സിന്റെ ഇന്റർസെക്ഷൻ എടുക്കുന്നു. ഫസ്റ്റിൽ ഈ സെറ്റിനെ അതിനോട് തന്നെ ഇന്റർസെക്ഷൻ എടുക്കുന്നു. സോ എ ബി ബിലോങ്സ് ടു ദിസ് സെറ്റ് ആൻഡ് ബി സി ഈ സെറ്റിനെ അതിനോട് തന്നെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ബിലോങ്സ് ടു ദാറ്റ് സെറ്റ്. ഇതിന്റെ രണ്ടിന്റെ കൂടെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ബി, ആൻഡ് എം ടി ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എക്സ് ആൻഡ് ഫൈ. Okay, these are the sets. Okay, now using this set we can generate set topology tau which consists of phi x, പിന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ മെമ്പേഴ്സും ഉണ്ട്, എ ബി ബി സി ബി. We can always, this is a topology, കാരണം ഇതിൻ്റെ അകത്തെ എല്ലാ മെമ്പേഴ്സിനെയും ഈ സെറ്റിൻ്റെ അകത്തെ മെമ്പേഴ്സിൻ്റെ യൂണിയൻ ആയിട്ട് എഴുതാനാണ് സാധിക്കുന്നത്. ഓക്കെ, എവരി എലമെന്റ്, കാരണം ഇതിൻ്റെ അകത്തെ എലമെന്റ്സ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ, നൗ ദ തിങ് ഈസ്, ഇത് ടോപ്പോളജി ആണോ? ഇതിൻ്റെ എല്ലാ എലമെന്റ്സിനെയും ഈ രണ്ട് സെറ്റിൻ്റെ യൂണിയൻ എടുത്താൽ നമുക്ക് ഫുൾ സെറ്റ് കിട്ടും. ഈ സെറ്റിൻ്റെ യൂണിയൻ എടുത്താൽ യു ഗെറ്റ് ദിസ് സെറ്റ്. ഇനിയും ഈ സെറ്റിൻ്റെ യൂണിയൻ എടുത്താൽ വി ഗെറ്റ് ദിസ് സെറ്റ്. സോ ദിസ് ഈസ് ക്ലോസ്ഡ് അണ്ടർ യൂണിയൻ.
ഓക്കെ, ഇനി എക്സിൻ്റെയും ബിയുടെയും യൂണിയൻ എടുത്താൽ എക്സ് തന്നെ കിട്ടും. ഫൈയുടെയും ബിയുടെയും യൂണിയൻ എടുത്താൽ ഇത് തന്നെ കിട്ടും. ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എടുത്താൽ എക്സുമായിട്ട് ഏതൊരു സെറ്റിന്റെ ഇന്റർസെക്ഷൻ എടുത്താൽ യു വിൽ ഗെറ്റ് ദാറ്റ് സെറ്റ്. ഇനിയും ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എടുത്താൽ യു വിൽ ഗെറ്റ് ദിസ് സെറ്റ്. ഓക്കെ, ഇനി ഇതിന്റെയും ഇന്റർസെക്ഷൻ എടുത്താൽ യു വിൽ ഗെറ്റ് ദിസ് സെറ്റ്. ഇതിന്റെയും ഇന്റർസെക്ഷൻ എടുത്താൽ യു വിൽ ഗെറ്റ് ദിസ് സെറ്റ്. സോ ക്ലിയർലി ദിസ് ഇസ് എ ടോപ്പോളജി. ദിസ് ഈസ് എ ടോപ്പോളജി ജനറേറ്റഡ് ഫ്രം ദിസ് സെറ്റ് എസ്. സോ ദിസ് ഈസ് ദ ഐഡിയ. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്നത് ദിസ് ഐഡിയ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ആർബിട്രറി സെറ്റ് ചെയ്യുന്ന ഒരു ടോപ്പോളജി ജനറേറ്റ് ചെയ്യുന്നത്. ഐ ഗേവ് യു വൺ എക്സാമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. Now the thing is, നമ്മൾ ഏതൊരു സെറ്റിൽ നിന്നും വി ക്യാൻ ജനറേറ്റ് എ ടോപ്പോളജി എന്നുള്ള ഐഡിയ കൊണ്ട് വി ക്യാൻ സേ ദാറ്റ് വി ക്യാൻ ജനറേറ്റ് ആർബിട്രറി ടോപ്പോളജീസ് ഫ്രം ഡിഫറെൻറ്റ് സെറ്റ്. പല സെറ്റുകളിൽ നിന്നും നമുക്ക് പുതിയ പുതിയ ടോപ്പോളജീസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ടോപ്പോളജീസിനെ കുറിച്ച് വി ക്യാൻ സ്റ്റഡി. അങ്ങനെ ഒരു സ്പെഷ്യൽ ക്ലാസ് ഓഫ് ടോപ്പോളജി വിച്ച് ഈസ് ജനറേറ്റഡ് ഫ്രം ഓൾറെഡി എക്സിസ്റ്റിംഗ് ടോപ്പോളജി ഈസ് കോൾഡ് ദ പ്രോഡക്റ്റ് ടോപ്പോളജി. ഓക്കെ, ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വി വിൽ സ്റ്റഡി മേ ബി ലേറ്റർ. സോ പ്രോഡക്റ്റ് ടോപ്പോളജി നമുക്കൊരു ഫാമിലി ഓഫ് ടോപ്പോളജീസ് തരികയാണെങ്കിൽ ക്യാൻ ദ പ്രോഡക്റ്റ് ബി എ ടോപ്പോളജി? അതിൻ്റെ പ്രോഡക്റ്റ് ടോപ്പോളജി ആണോ? അല്ലെങ്കിൽ ക്യാൻ വി ജനറേറ്റ് എ ന്യൂ ടോപ്പോളജി ഫ്രം ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ടോപ്പോളജി? അതാണ്. അങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ആണ് പ്രോഡക്റ്റ് ടോപ്പോളജി. നൗ how will we construct this product topology? നമുക്ക് ഒരു ആർബിട്രറി സെറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ടോപ്പോളജി ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഐഡിയ വെച്ചിട്ടാണ് വി കൺസ്ട്രക്ട് ദിസ് ടോപ്പോളജി. ലെറ്റ് സെറ്റ് xi to I where I varies from 1 2 3 etc. n be a family of topology. നമുക്കൊരു കളക്ഷൻ ഓഫ് ടോപ്പോളജീസ് ഉണ്ട്. n ടോപ്പോളജീസ് ഉണ്ട്. x1 to 1, x2 to 2, എക്സെട്ര xn to n. അപ്പോൾ n ഡിഫറൻറ്റ് സെറ്റ് ഉണ്ട്. x1 x2 എക്സെട്ര xn. അതിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന n ഡിഫറൻറ്റ് ടോപ്പോളജീസ് ആണ് to 1 to 2 എക്സെട്ര to n. ഓക്കെ, നൗ ഡിഫൈൻ the Cartesian product x is equal to x1 cross x2 cross x3 cross etc. xn, or in other words product I is equal to 1 to n xi. Okay, this consists of set of all and small x1 x2 etc. xn such that xi belongs to capital Xi. Okay, that's a Cartesian product. Now in this Cartesian product we can define a topology, new topology, by this idea. The idea is that we define something called an open box. An open box on X is a set of the form v1 cross v2 cross etc. vn where each vi belongs to tau I. ഓക്കെ, ഇങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ ഓപ്പൺ ബോക്സുകൾ എന്ന് വിളിക്കുന്നത്. എക്സിൻ്റെ അകത്തെ ഓപ്പൺ. അതായത് നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ടോ 1 എന്നുള്ള ടോപ്പോളജി എടുക്കും. ആ ടോ 1ൻ്റെ അകത്തെ ഓപ്പൺ സെറ്റുകൾ എടുക്കും. ഓക്കെ, ടോ 2ൻ്റെ അകത്തെ ഓപ്പൺ സെറ്റുകൾ എടുക്കും. അതിൻ്റെ എല്ലാം കൂടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, എല്ലാ പോസിബിൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റുകൾ എടുക്കും. ഓരോ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെയും ഓരോ ഓപ്പൺ ബോക്സ് ആയിട്ട് വിളിക്കാം. ഓക്കെ, സോ ഇപ്പോൾ v1 ബിലോങ്സ് ടു ടോ 1, v2 ബിലോങ്സ് ടു ടോ 2 എക്സെട്ര vn ബിലോങ്സ് ടു ടോ n ആണെങ്കിൽ അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഓപ്പൺ ബോക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ തരം ഓപ്പൺ ബോക്സുകളും എടുക്കും. ഈ ഓപ്പൺ ബോക്സുകളുടെ കളക്ഷൻ എടുക്കും. നൗ വി കളക്ട് ദിസ് ടൈപ്പ് ഓഫ് ഓപ്പൺ ബോക്സസ്. S is equal to set of all, let's say v, where v is of the form v1 cross v2 cross etc. vn where vi belongs to tau I. ഇങ്ങനെയുള്ള ഫാമിലി ഓഫ് ഓപ്പൺ ബോക്സുകളുടെ കളക്ഷനാണ് എസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഫോർമലായിട്ട് ലെറ്റ്സ് എ ബി, കാരണം ഇത് ബേസ് ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇത് ബേസ് ആകണമെങ്കിൽ, ഇതൊരു ടോപ്പോളജിയുടെ ബേസ് ആകണമെങ്കിൽ ദിസ് ഷുഡ് ബി ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ. ഓക്കെ,
ഇത് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആണെങ്കിൽ യൂസിങ് കൊറോളറി 3.7 ദിസ് ജനറേറ്റ്സ് എ ടോപ്പോളജി ആൻഡ് ടോപ്പോളജിയുടെ ബേസ് ആണ് ബി. ഓക്കെ, സോ വി വിൽ പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ. Okay, so let's say let u and v belongs to b. Okay, അങ്ങനെയാണെങ്കിൽ എന്തുകൂടെ പ്രൂവ് ചെയ്താൽ മതി? u ഇന്റർസെക്ഷൻ v belongs to p എന്ന് പ്രൂവ് ചെയ്താൽ ദിസ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ എന്ന് കിട്ടും. ഓക്കെ, നൗ u belongs to b implies u is equal to some u1 cross u2 cross u3 cross etc. un where each ui belongs to tau I. Okay, where I varies from 1 to n. And v belongs to b implies v is equal to v1 cross v2 cross etc. vn where vi belongs to tau I. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് u intersection v belongs to b എന്ന് പ്രൂവ് ചെയ്യണം. So this should be of the form some, let's say r1 cross r2 cross etc. rn where each ri belongs to tau I. അങ്ങനെയാണെങ്കിൽ u intersection v ബിക്കകത്തെ മെമ്പർ ആകും. ഇതാണ് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ this b is closed under finite intersection, so this b generates a topology, or this b should be a base for some topology. Okay, now how will we prove this? ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ഓക്കെ, ലെറ്റ്സ് സേ r1, r2 etc. rn belongs to u intersection v. This implies r1, r2 etc. rn belongs to u and v. Okay, r1, r2 etc. rn belongs to u and v ആണെങ്കിൽ അപ്പോൾ യുവിൻ്റെ ഫോർമാറ്റ് ഇതാണല്ലോ, ഇതാണ് u1 ക്രോസ് u2 ക്രോസ് എക്സെട്ര un. സോ r1 belongs to u1, r2 belongs to u2 etc. rn belongs to un. That is ri belongs to ui for I varies from 1 to n. And similarly ri belongs to vi for I varies from 1 to n. കാരണം ഇത് യുവിൻ്റെ അകത്തും വിക്കകത്തും ഉണ്ടെന്നാണ് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ്. ഓക്കെ, വിച്ച് മീൻസ് ഇത് യു ഐക്കകത്തും വി ഐക്കകത്തും ഉണ്ടെങ്കിൽ ഇത് ഇന്റർസെക്ഷൻ്റെ അകത്താണ്. സോ വിച്ച് മീൻസ് ആർ ഐ ബിലോങ്സ് ടു യു ഐ ഇന്റർസെക്ഷൻ വി ഐ. ആൻഡ് u1 u2 എക്സെട്ര un അല്ലെങ്കിൽ u1 യു ഐ ടോ ഐക്കകത്തെ മെമ്പറാണ്, വി ഐയും ടോ ഐക്കകത്തെ മെമ്പറാണ്. സോ യു ഐ ഇന്റർസെക്ഷൻ വി ഐ we can define it as ri is a member of tau I. Okay, so നമ്മൾ ഇതിനകത്തെ യു ഇന്റർസെക്ഷൻ വിക്കകത്തെ ഒരു മെമ്പർ എടുത്തു, ആൻഡ് വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ദിസ് ആർ ഐ ബിലോങ്സ് ടു ആർ ഐ വിച്ച് ബിലോങ്സ് ടു tau I. So which means that r1, r2 etc. rn belongs to r1 cross r2 cross etc. rn, where each ri element of tau I and ri is of the form ui intersection vi. അല്ലേ കിട്ടിയത്? യു ഇന്റർസെക്ഷൻ വിക്കകത്ത് ഒരു മെമ്പർ എടുത്തു, അതിന് ഈച്ച് മെമ്പർ അതിൻ്റെ ഓരോ കമ്പോണൻസും എവിടെയുണ്ട്? യു ഐ ഇന്റർസെക്ഷൻ വി ഐക്കകത്തുണ്ട്. അതിനെ നമ്മൾ ആർ ഐ എന്ന് കൊടുത്തു. ടോപ്പോളജി ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ആയതുകൊണ്ട് ദിസ് ഈ ബിലോങ്സ് ടു tau I എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ തിരിച്ചും പറയാം. ഇപ്പോൾ ആർ ഐ യു ഐ ഇന്റർസെക്ഷൻ വി ഐക്കകത്തുണ്ടെങ്കിൽ യു ഐക്കകത്തുണ്ട് വി ഐക്കകത്തുണ്ട്. സോ r1 r2 എക്സെട്ര rn യുവിൻ്റെ അകത്തുണ്ട് വിക്കകത്തുണ്ട്. സോ ദിസ് ബിലോങ്സ് ടു യു ഇന്റർസെക്ഷൻ വി. സോ ബോത്ത് വേസ് ദിസ് ഈസ് ട്രൂ. ഓക്കെ, സോ വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് യു ഇന്റർസെക്ഷൻ വി, so r1 r2 etc. rn belongs to this set, that is u intersection v is equal to r1 cross r2 cross etc. rn, which is product I is equal to 1 to n ui intersection vi, where ui intersection vi which is ri belongs to tau I. That is u intersection v belongs to b.
ഇപ്പം യുവും വിയും ബിക്കകത്തുണ്ടെങ്കിൽ യു ഇന്റർസെക്ഷൻ പിക്കകത്തുണ്ട്. നമുക്കിത് രണ്ട് പാർട്ടും പ്രൂവ് ചെയ്യാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് if and only if എന്ന രീതിയിൽ എഴുതാം. So which means that B is closed under finite intersection. So Bക്ക് എന്ത് ബേസ് ആകാനുള്ള നെസസറി കണ്ടീഷൻ ആയി. So B generates, so by corollary 3.7 B generates a topology. ബി ഒരു ടോപ്പോളജി ജനറേറ്റ് ചെയ്യുന്നു. ബി ജനറേറ്റ് ചെയ്യുന്ന ഈ ടോപ്പോളജിയാണ് പ്രോഡക്റ്റ് ടോപ്പോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ ബി ബേസ് ആയിക്കൊണ്ടുള്ള ഈ പുതിയ ടോപ്പോളജിയാണ് നമ്മൾ പ്രോഡക്റ്റ് ടോപ്പോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ പ്രോഡക്റ്റ് ടോപ്പോളജി എനിക്കൊരു ഫാമിലി ഓഫ് സെറ്റ്സ് തരികയാണെങ്കിൽ ആ സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്തു, ഡിഫൈൻ ദാറ്റ് ആസ് എക്സ്. ഓക്കെ, ഇനിയും ആ സെറ്റിൽ നിന്ന് വി ഡിഫൈൻ ദ ഫാമിലി ഓഫ് ഓപ്പൺ ബോക്സസ്. ഓപ്പൺ ബോക്സസ് എന്ന് വെച്ചാൽ ടോപ്പോളജിക്കകത്തെ മെമ്പേഴ്സിന്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ഫോമിൽ വരുന്ന സെറ്റുകളെയാണ് നമ്മൾ ഓപ്പൺ ബോക്സുകൾ എന്ന് വിളിക്കുന്നത്. ദിസ് ഓപ്പൺ ബോക്സസ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ഫൈനൈറ്റ് ഇന്റർസെക്ഷൻ, വിച്ച് മീൻസ് ദാറ്റ് by corollary 3.7 this generates a topology or this is a base for some topology. ആ ടോപ്പോളജിയാണ് പ്രോഡക്റ്റ് ടോപ്പോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, okay, this topology is usually represented by x top, where x is product I is equal to 1 to n xi. Okay, ഇതാണ് പ്രോഡക്റ്റ് ടോപ്പോളജി എന്ന് പറയുന്നത്. അതിന്റെ ബേസ് ആണ് ഫാമിലി ഓഫ് ഓപ്പൺ ബോക്സസ്. ഓക്കെ, അപ്പം ഇത് ജനറേറ്റ് ചെയ്യുന്നത് xi to i വേരീസ് ഫ്രം 1 2 3 എക്സെട്ര n എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്നാണ്, ഒരു ടോപ്പോളജി എന്നാണ്, ഫാമിലി ഓഫ് ടോപ്പോളജീസ് എന്നാണ് ഈ ടോപ്പോളജി ജനറേറ്റ് ചെയ്യുന്നത്, പ്രോഡക്റ്റ് ടോപ്പോളജി. ഇതിന്റെ ഓരോ കമ്പോണൻസിനെയും നമുക്ക് കോർഡിനേറ്റ് സ്പേസസ് എന്ന് വിളിക്കും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് n ഡിഫറെന്റ് ടോപ്പോളജീസ് തന്നു, ആ ടോപ്പോളജീസ് എന്നാണ് ഈ പ്രോഡക്റ്റ് ടോപ്പോളജി ഡിഫൈൻ ചെയ്തത്. ഓക്കെ, സോ ഇതിന്റെ അകത്തെ ഓരോ കമ്പോണൻസിനെയും, ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻസിനെയും കോർഡിനേറ്റ് സ്പേസ് എന്നും അല്ലെങ്കിൽ കോർഡിനേറ്റ് ടോപ്പോളജി എന്നും അല്ലെങ്കിൽ ith ഫാക്ടർ അല്ലെങ്കിൽ xi ടോയെ നമ്മൾ ith ഫാക്ടർ ഓഫ് ദ പ്രോഡക്റ്റ് ടോപ്പോളജി എന്ന് വിളിക്കും. നൗ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിന്റെ അകത്ത് എല്ലാ xi is equal to x for all I varies from 1 2 3 etc. Then x is equal to, actually ഞാൻ x എന്ന് എഴുതുന്നില്ല, കുറച്ചുകൂടെ ബെറ്റർ y. Then x is equal to product I is equal to 1 to n xi should be product I is equal to 1 to n y. This is called y raised to n. Okay, so nth power of y. അപ്പോൾ നമുക്ക് ഈ ഇൻഡിവിജ്വൽ സ്പേസസിന്റെ എല്ലാം സെറ്റുകൾ സെയിം ആണെങ്കിൽ വി ക്യാൻ ക്ലിയർലി അതിനെ nth പവർ എന്ന് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. nth പവറിന്റെ അകത്തും നമുക്ക് ഇതുപോലെ ടോപ്പോളജി ഡിഫൈൻ ചെയ്യാം. സോ പ്രോഡക്റ്റ് ടോപ്പോളജി എന്ന് വെച്ചാൽ ഇഫ് യു ആർ ഗിവൺ വിത്ത് എ ഫാമിലി ഓഫ് ടോപ്പോളജി ആൻഡ് ഡിഫൈൻ എ സെറ്റ് ബി വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് elements of the topology, then this B generates a new topology on this X. That topology is called the product topology. അതെങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. Okay. Now there are a lot of questions regarding this topology. ഈ ടോപ്പോളജിയെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. Let us consider an example. നമുക്ക് യൂഷ്വൽ Rn under usual distance. Okay. നമ്മുടെ യൂഷ്വൽ ഡിസ്റ്റൻസ് കാർട്ടീഷ്യൻ n കോർഡിനേറ്റ്സിന്റെ അകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഡിസ്റ്റൻസ് എടുത്താൽ ദിസ് ഇസ് എ ടോപ്പോളജി. ദിസ് ഇസ് എ മെട്രിക് സ്പേസ് ആക്ച്വലി, ആൻഡ് ദിസ് ജനറേറ്റ്സ് എ ടോപ്പോളജി Rn, ദാറ്റ്സ് എ ടോപ്പ്. ഇനിയും ഞാനിവിടെ എടുത്ത എല്ലാ സെറ്റുകളും xi's എല്ലാം Rn തന്നെ എടുക്കുക, റിയൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ x is actually product I is equal to 1 to n R, or which is actually R raised to n. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഒരു പ്രോഡക്റ്റ് ടോപ്പോളജി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് Rn u be the product topology. ഓക്കെ, n ആർബിട്രറി ആണ്. സോ നമുക്കിവിടെ രണ്ട് ടോപ്പോളജി ഉണ്ട് Rnൻ്റെ അകത്ത്.
First one is the usual topology. The second one is the product topology. രണ്ടിൻ്റെയും സെറ്റ് സിമിലർ ആണ്. Now the question is, are these topologies same? കാരണം ഇവിടെ നമ്മൾ എക്സ് അണ്ടർ യൂഷ്വൽ മെട്രിക്കിന്റെ കേസിൽ ടോപ്പോളജീസ് എടുത്തു. ആ ടോപ്പോളജീസിന്റെ പ്രോഡക്റ്റ് ആണ് ആർ പ്രോഡക്റ്റ് ടോപ്പോളജി. നമ്മൾ യൂഷ്വൽ ആറിൻ്റെ അകത്തെ യൂഷ്വൽ മെട്രിക് ഡി ഓഫ് എക്സ് വൈ ഇസിക്കൽ ടു മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ, അതിൽ നിന്ന് അതിന്റെ എൻ ടൈംസ് പ്രോഡക്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ടോപ്പോളജി ഡിഫൈൻ ചെയ്തത്. ആറിൻ്റെ അകത്തെ ഡിസ്റ്റൻസ് ഡി ഓഫ് എക്സ് വൈ ഇസിക്കൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് summation I is equal to 1 to n xi minus yi the whole square. ഇതാണ് ആറിൻ്റെ അകത്തെ മെട്രിക്. ഈ മെട്രിക്കിന്റെ ടേംസിലുള്ള ടോപ്പോളജിയാണ് യൂഷ്വൽ ടോപ്പോളജി. അപ്പൊ നെക്സ്റ്റ് ചോദ്യം, ഈ രണ്ട് ടോപ്പോളജിയും സെയിം ആണോ? അതായത് ആറിൻ്റെ അകത്തെ യൂഷ്വൽ ടോപ്പോളജിയുടെ പ്രോഡക്റ്റ് ടോപ്പോളജി എടുക്കുന്നതും ആറിൻ്റെ അകത്തെ യൂഷ്വൽ ടോപ്പോളജി എടുക്കുന്നതും സെയിം ആണ്. ദിസ് ഈസ് another question. Is there any difference between them? Okay. This is we are going to discuss in the next lecture. Thank you.